സിമ്പിളായിട്ട് കുറച്ച് ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ കമോൺ. അപ്പോൾ ഇതിനാകെ വേണ്ടത് ഒരു A4 ഷീറ്റ്, പിന്നെ സ്കെച്ച്, ഹൈലൈറ്റർ, ബ്രഷ് പെൻ, അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അതൊക്കെയാണ്. ആൻഡ് അതൊന്നും ഇല്ലെങ്കിലും സീല ക്രയോൺസ് ആയാലും മതി, നമുക്ക് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ 4ആക്കി മടക്കി അതിൽ 3 പീസാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. 3 ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ സൈഡ്സൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഹൈലൈറ്റർ ആട്ടോ. എൻ്റെ കയ്യിൽ ബ്രഷ് പെൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. പെയിൻ്റ് ആയാലും മതി, നമുക്ക് ഏതായാലും മതി, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം, അത്രോളം. അപ്പോൾ ഇത് ഒരു ഫ്രൂട്ട് തീമിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിങ്ക് വാട്ടർമെലൺ എന്താ കണ്ടില്ലേ, ട്രയാങ്കിൾസ് ഒക്കെ റാൻഡായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് പച്ച വെച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു കവർ വരച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് പേന വെച്ചിട്ട് അതിൻ്റെ സീഡും കൂടി നമ്മൾ സെറ്റാക്കുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടി ക്യൂട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ബ്ലൂബെറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ കാണുമ്പോൾ എനിക്ക് തേങ്ങാക്കൊലയാട്ടോ ഓർമ്മ വരുന്നത്. എന്ത് ചെയ്യാനാ, കഴിവ് കുറച്ച് കുടിപ്പോയി. ആൻഡ് യെല്ലോയിൽ നമ്മൾ 11 വരച്ചെടുക്കുന്നത്. സിമ്പിൾ എന്ന് വെച്ചാൽ കാണാൻ നല്ല ക്യൂട്ടാട്ടോ, എന്ത് രസമല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ മേലയിൽ ഹോൾ ഇട്ടിട്ട് റിബണും കൂടി കെട്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഒന്ന് എടുത്ത് നിൽക്കണമല്ലോ നമ്മൾ ബുക്കിലൊക്കെ വെക്കുമ്പോൾ. പിന്നെ എക്സാമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാൽ പഠിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നില്ലെങ്കിലും ഇതൊക്കെ തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ബുക്കൊക്കെ തുറക്കുമല്ലോ. അപ്പോൾ പറഞ്ഞ് നമ്മളെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്, ലൈക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോ ഈ വാട്ടർമെലനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.